അല്ല പിന്നെ ഇപ്പൊ നമ്മൾ അടിച്ചു പൊളിച്ചു. Hey guys, it's me Amrita Ishwas and welcome back to another beautiful episode of my channel. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ആക്ച്വലി ടെസിമിച്ചിയുടെ വീട്ടിലാണ്. അപ്പോൾ അമ്മച്ചിയുടെ വീട്ടിൽ നിന്ന് ഞങ്ങളിങ്ങനെ ഒരു ഔട്ടിങ് പോകാമെന്നുള്ളൊരു പ്ലാനിൽ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒരുങ്ങി സെറ്റായിരിക്കുകയാണ്. പിന്നെ ആക്ച്വലി പോണത് ഞങ്ങൾ എവിടേക്ക് പോകണം? ഞങ്ങൾ ചിമ്മിനി ഡാം. ഞങ്ങൾ ചിമ്മിനി ഡാമും അതുപോലെ തന്നെ പീച്ചി ഡാമും ഇങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ട്. എവിടേക്കാണ് വണ്ടി പോകണം അവിടേക്കായിരിക്കും. അതന്നെ അങ്ങോട്ട് പോകും. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ആക്ച്വലി പോണ വഴിക്ക് ഡിസൈഡ് ചെയ്യാനാണ് പ്ലാൻ. പിന്നെ ഇന്നൊരു ചെറിയ കാര്യം കൂടി ഉണ്ട്. ഞാൻ നമ്മുടെ തമ്മിൽ കാണിച്ച പോലെ ഇന്നൊരു ചെറിയ കേക്ക് കട്ടിങ് ഉണ്ട്. ഞാൻ ആക്ച്വലി 10Kയുടെ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷെ അതിന് പറ്റിയില്ല. അപ്പോൾ 15Kയുടെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴേക്ക് 16K ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാരണം അതൊരു ബോർഡറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം അതെങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഒരു 15Kയുടെ കേക്ക് കട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ചാനലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാവരും ഇല്ല, കാരണം ലിമി ചേച്ചിക്കും സിൻഡമയ്ക്കൊന്നും വരാൻ പറ്റിയില്ല. അപ്പോൾ എന്നാലും ഉള്ളവരെ വെച്ചിട്ട് നമ്മളിന്ന് ചെറിയൊരു കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അപ്പം ഇനി ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. ആഡം ബായ് പറഞ്ഞ കാണാം. അതെ ബായ്. അപ്പൊ അതൊരു ഇൻട്രോ ആയിരുന്നു. ലെറ്റ് മീ സീ. ഓക്കെ, സോ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ബൈ. അപ്പോൾ ഇനി ഞങ്ങൾ അവിടെ ചെന്നിട്ട് കാഴ്ചക്ക് കണ്ട് 15Kയുടെ കേക്കൊക്കെ മുറിച്ച് സെലിബ്രേറ്റ് ചെയ്യാനാണ് പ്ലാൻ. ആഡം ടാറ്റാ. അതന്നെ, സീ യു ദേർ. അതെ, ബൈ. സോ ഹേ ഗൈസ്, അപ്പോൾ ഞങ്ങൾ അവസാനം നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ വലപ്പാട് ബീച്ചാണത്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ ആരുമില്ല. ഇവിടെ എന്താ പറയുക, ഒറ്റ മനുഷ്യന്മാരില്ല പറയുകയാണെങ്കിൽ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വെച്ച് കേക്ക് മുറിക്കാമെന്നും പ്ലസ് കുറച്ച് നേരം ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. ചെറുതായിട്ട് വെയിലുണ്ട്. നമ്മുടെ പീച്ചിയിൽ പോയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏജ് ലിമിറ്റും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ഈ കൊറോണയുടെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം. പക്ഷേ ഇപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് പ്രശ്നമില്ല. ബീച്ച് ഇപ്പോൾ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ ആൾക്കാരും കുറവുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പ്രൈവസി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങി. ഇനിയിപ്പം നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണം. സോ യെസ്, അപ്പം ഫൈനലി റീച്ച്ഡ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഉണ്ട്. എല്ലാവരും എന്താ പറയുക, ഓരോ ആക്ടിവിറ്റീസ് ഓരോ എപ്പിസോഡിലുള്ള ആൾക്കാരുണ്ട്. കുറച്ച് പേര് കൂടി ഉണ്ട്, അവർ വന്നിട്ടില്ല, ആക്ച്വലി വരാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഈ കുഞ്ഞൊരു കേക്ക് ഇന്നത്തെ സന്തോഷത്തിന് മുറിക്കുകയാണ്. സോ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടിയിട്ടും അതുപോലെ എൻ്റെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും ഞങ്ങൾ കേക്ക് മുറിക്കുകയാണ്. അപ്പോൾ ഹാപ്പി 15K. എല്ലാവരും പിടിച്ച പോലെ ആരും പിടിക്കും.
ഓക്കെ പിന്നെയാണോ കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്യാമറമാനെ നിന്ന് അപ്പച്ചനാണ്. അടിപൊളി കേൾക്കുന്നു. അമ്പോ കൺഗ്രാജുലേഷൻ. അപ്പം എല്ലാ സബ്സ്ക്രൈബേഴ്സിനും കേക്ക് കൊടുത്ത് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പം നമ്മുടെ കേക്ക് മുറിച്ചത് എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും ഒരു താങ്ക്സ് പറഞ്ഞു. നിങ്ങൾക്കൊന്നും തരാൻ പറ്റിയില്ല, പക്ഷെ എന്നാലും ഐ ഹോപ്പ് നിങ്ങളെല്ലാവരും വീഡിയോ കാണും. നിങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇത്രയെങ്കിലും എത്താൻ പറ്റിയത്. ഇനി മുന്നോട്ട് കുറേ കേക്കുകൾ മുറിക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെസ്, ടു മൈ സബ്സ്ക്രൈബേഴ്സ്. അപ്പം ഞങ്ങളുടെ അടുത്തുള്ള 2 ചേട്ടന്മാർക്ക് കേക്ക് കൊടുത്തായിരുന്നു. ഒരു ചേട്ടന് മനസ്സിലായി, മറ്റേ ചേട്ടന് വലിയ താല്പര്യമായില്ല. എന്നാലും അവർ കേക്കൊക്കെ കഴിച്ചു, ഞങ്ങളും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം. ബ്ലാക്ക് ഫോറസ്റ്റ് ആണെങ്കിലും അടിപൊളിയായിരുന്നു. ഇനി കുറച്ച് നേരം ഇവിടെ നിന്ന് സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോകും. ഭക്ഷണമൊക്കെ കഴിച്ച് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ. അപ്പം കാരണം കൊറോണയ്ക്കായിട്ട് വീട്ടിലൊക്കെ ഇരിക്കില്ല. അപ്പം ഇതുപോലൊരു ഫാമിലി ഔട്ടിങ് ഉണ്ടാകുമ്പം അത് സന്തോഷം. അപ്പം അങ്ങനെ അപ്പം ഞങ്ങളിതേ ഫുഡൊക്കെ കഴിച്ചു, കേക്കൊക്കെ മുറിച്ചു. ഹായ്, അതെ. അപ്പോൾ പൗലക്കുട്ടനെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറഞ്ഞു അവനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങും. അപ്പോൾ എനിക്ക് അമ്മു ചേച്ചിയേക്കാളും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും. എന്നിട്ട് ഞങ്ങൾ ഇതുപോലെ വന്ന് കേക്കൊക്കെ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ പൗലോ ചാനൽ തുടങ്ങും. നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം അവരുടെ അടുത്ത്. Share, like and comment to my channel. Okay. And I'm gonna play Subway Surfers. Oh yeah.
ഗൈസ് അപ്പോൾ ഞങ്ങൾ ബീച്ചിൽ നിന്ന് ഇറങ്ങി കാലൊക്കെ കഴുകി നല്ലോണം ചെളിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി ഞങ്ങൾ തിരിച്ചു പോവാണ്. പോണ വഴിക്ക് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാൻ, ബിക്കോസ് ഒരു നാല് മണി. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് എനിക്ക് വേണ്ട, ആക്ച്വലി ഞാൻ കുടിക്കണില്ല. അപ്പോൾ അവർ ചായ കുടിച്ചിട്ട് പോകാൻ. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ആക്ച്വലി ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ അത് പോണ വഴിക്ക് ഉണ്ടെങ്കിൽ ചോദിക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ, അപ്പം വി ആർ ലീവിങ് ഫ്രം ദ ബീച്ച്.